മുഖ്യമന്ത്രി കസേരയിൽ വി.ഡി. സതീശന്റെ പട്ടാഭിഷേകം നടക്കുമ്പോൾ ചിലർ ഇപ്പോഴും കളത്തിനു പുറത്താണ്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ കച്ചകെട്ടിറങ്ങിയ ഷാഫി പറമ്പിലും മറ്റു ചില എം.എൽ.എമാരും ആകെ നിരാശയിലാണ്. കെ.സി. വേണുഗോപാലിന് പിന്തുണ നൽകി മുഖ്യമന്ത്രിയാക്കുന്നത് വഴി വി.ഡി. സതീശനെ ഒതുക്കാമെന്നും അതുവഴി സംസ്ഥാന സർക്കാരിൽ ഇടം പിടിക്കാമെന്ന ചിന്തയിലാണ് വി.ഡി. വിരുദ്ധ ക്യാമ്പ് ഉണർന്നത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായി വി.ഡി. സതീശന് പിന്നിൽ അണിനിരന്നു. മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പും പരസ്യമായി രംഗത്തിറങ്ങിയതോടെ ഷാഫി പറമ്പിലിന്റെ അവസാനവട്ട ഗ്രൗണ്ട് വർക്കുകളും പൊളിഞ്ഞു വീഴുന്നു. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചപ്പോഴുള്ള പതിവ് തള്ളുകളൊന്നും തലസ്ഥാനത്ത് കണ്ടില്ല. സതീശന് ചുറ്റുമുണ്ടായിരുന്നത് വിരലിലെണ്ണാവുന്ന എം.എൽ.എമാർ മാത്രം. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊന്നും കാര്യമായി രംഗത്തിറങ്ങിയില്ല, അല്ലെങ്കിൽ അടുപ്പിച്ചില്ല എന്നതാണ് വാസ്തവം. ഇവിടെ മനഃപൂർവ്വം ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കന്മാരെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് സതീശൻ ക്യാമ്പ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സതീശൻ എടുത്ത കടുത്ത നിലപാടുകളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രാഹുലിനെ താഴെയിറക്കിയത്. പിന്നാലെ കോൺഗ്രസിൽ നിന്നും പാലക്കാട് എം.എൽ.എ പുറത്താക്കി. ഇതോടെയാണ് ഷാഫി പറമ്പിൽ സതീശൻ വിരുദ്ധ ചേരിയിലേക്ക് തിരിഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ പാർട്ടിയിൽ തുടരാൻ അർഹനല്ലെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ കർശനമായി തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് യു.ഡി.എഫ് മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഇതോടെ മുഖ്യമന്ത്രി കസേര സതീശനിൽ നിന്നും തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലായി എതിർചേരി. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്ന മുറയ്ക്ക് നഷ്ടമായ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന ചിന്തയിലാണ് ഷാഫി പറമ്പിലും മറ്റ് നേതാക്കന്മാരും കരുക്കൾ നീക്കിയത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച ഘടകകക്ഷികളുടെ നിർണായക ഇടപെടൽ സതീശന് മുഖ്യമന്ത്രി കിരീടം കൈമാറുകയായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ ഷാഫി പറമ്പിൽ എം.പിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തകരുടെ വിമർശനം നിറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചുവെന്നാരോപിച്ചാണ് യു.ഡി.എഫ് പ്രവർത്തകരും അനുഭാവികളും രംഗത്ത് വന്നിരിക്കുന്നത്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുള്ള നീക്കങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷാഫിയെ ഒരു കൂട്ടർ എതിർത്തത്. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നും പിന്മാറണമെന്നും ജനവികാരം മാനിക്കണമെന്നുമാണ് കമന്റുകളിലെ പൊതുവായ ആവശ്യം. കഴിഞ്ഞ 5 വർഷത്തെ സതീശന്റെ കഠിനാധ്വാനവും പോരാട്ടവുമാണ് യു.ഡി.എഫിന് നിലവിലെ കരുത്ത് നൽകിയതെന്നും അദ്ദേഹത്തെ പിന്നിൽ നിന്നും കുത്താൻ ശ്രമിച്ചാൽ വരും കാലങ്ങളിൽ നിയമസഭ കാണാൻ ഷാഫിക്ക് കഴിയില്ലെന്നും അണികളിൽ നിന്നും വിമർശനമുയരുകയും ചെയ്തു. ജനകീയ നേതാവാകുന്നത് ജനങ്ങൾ കൂടെയുള്ളപ്പോഴാണെന്നും ഡൽഹിയിലെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനല്ല ജനപ്രതിനിധികൾ ശ്രമിക്കേണ്ടതെന്നും മറ്റു ചിലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരും അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പോരാടുന്നവരാണ് ലീഗുകാരെന്നും എന്നാൽ ജനകീയ അടിത്തറയുള്ള നേതാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള കളിക്ക് കൂട്ടുനിന്നാൽ ഷാഫി മറുപടി പറയേണ്ടി വരുമെന്നും ലീഗിലെ ചിലർ വ്യക്തമാക്കുന്നുണ്ട്. വടകരയിലെ രാഷ്ട്രീയ സാഹചര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് തുടർന്നാൽ വരും കാലങ്ങളിൽ വലിയ പരാജയങ്ങൾ നേരിടേണ്ടി വരുമെന്നും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ രൂക്ഷ വിമർശനം ഉയർന്നത്. ഇതിൽ ഷാഫി പറമ്പിൽ കടുത്ത അതൃപ്തിയാണ് പ്രകടമാക്കിയത്. കെ.സി. വേണുഗോപാലിന് വേണ്ടി ഷാഫി വി.ഡി. സതീശനെ ഒറ്റുകൊടുക്കുകയാണെന്നാണ് പ്രവർത്തകർ ആരോപിച്ചത്. തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിന് പിന്നാലെ നമ്മൾ ജയിച്ചു സാർ, അങ്ങയെ ക്രൂശിച്ചവരെ ജനം ശിക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബാലുശ്ശേരിയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വി.ടി. സൂരജിനൊപ്പം ഉമ്മൻചാണ്ടിയുടെ വലിയ ഫോട്ടോ ഉയർത്തി നിൽക്കുന്ന ചിത്രം ഷാഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതിനു താഴെയാണ് കോൺഗ്രസ് യു.ഡി.എഫ് പ്രവർത്തകർ ഷാഫിക്ക് വിമർശനങ്ങളുടെ പൊങ്കാലയിടുന്നത്. നേരത്തെ വി.ഡി. സതീശന്റെ വലം കൈയായിരുന്ന ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവസാന ലാപ്പിലും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെയാണ് പിന്തുണച്ചത്. സതീശനുമായി അകന്ന ഷാഫി ഇപ്പോൾ വേണുഗോപാൽ പക്ഷത്തെ പ്രധാനിയാണ്. കെ.സിക്ക് വേണ്ടി പല എം.എൽ.എമാരെയും സ്വാധീനിച്ചത് ഷാഫിയാണെന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എ ഗ്രൂപ്പുകാരനായ ഷാഫി പറമ്പിൽ എ ഗ്രൂപ്പിലെ എം.എൽ.എമാരെയും മുതിർന്ന നേതാക്കളെയും കെ.സി. വേണുഗോപാലിനൊപ്പം നിർത്താനാണ് നീക്കങ്ങൾ നടത്തിയത്. വി.ഡി. സതീശനെ പൂർണ്ണമായി ഒതുക്കിയെന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടായിരുന്നു. പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് സതീശന്റെ ഇടപെടൽ കാരണമാണെന്നാണ് ഷാഫി വിശ്വസിക്കുന്നത്. ഇതേ തുടർന്നാണ് സതീശനുമായി ഷാഫി അകൽച്ചയിലായത്. സതീശനായിരിക്കും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖമെന്ന് ഒരു സമയത്ത് ഉറപ്പിച്ചിരുന്നു. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ ഈ സമയം സതീശനൊപ്പം ഉറച്ചു നിന്നിരുന്നു. സതീശൻ മുഖ്യമന്ത്രിയായാൽ താക്കോൽ സ്ഥാനങ്ങളിൽ ഷാഫിയും രാഹുലും എത്തുമെന്നും ഉറപ്പായിരുന്നു. ഈ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദങ്ങൾ തുടങ്ങിയത്. മാത്രമല്ല കെ.സി. വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുക കൂടി ചെയ്തതോടെ ഷാഫി മറുകണ്ഠം ചാടുകയായിരുന്നു. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്കും ഷാഫി പറമ്പിൽ കണ്ണുവച്ചിരുന്നു എന്നതും വാസ്തവമാണ്.